വാട്സപ്പ് ഗായ്സ്, ഒരു സ്കൂട്ടർ അതും യൂത്തിനിടയ്ക്ക് ഒരു വിപ്ലവം ഉണ്ടാക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാ വിശ്വസിക്കണം. അങ്ങനെ ഒരു മുതലുണ്ട്. അതാണ് ടി വി എസിന്റെ എൻഡോർക്ക് 125. നമ്മുടെ കിട്ടിയിരിക്കുന്നത് ടി വി എസ് എൻഡോർക്ക് 150 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡല്. അപ്പം ഇതിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഞാൻ തരാം. 2018 എൻഡോർക്ക് ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നത്. ആ സമയം തൊട്ട് ഇന്ന് വരെ ശരിക്കും ഒരു വിപ്ലവമാണ് യൂത്തിൻ്റെ ഇടയിൽ നടന്നിട്ടുള്ളത്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. വിപ്ലവ സിംഹമേ കരിയണം. He's only having 2018 ശേഷം ടി വി എസ് അവരുടെ വേരിയൻസിൽ അടിക്കടി കുറേ ചേഞ്ചസ് വന്നുകൊണ്ടേയിരുന്നു. കാരണം ഒന്നാമത്തെ വലിയൊരു റീസൺ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആ ഒരു സെയിൽസ് തന്നെയാണ്. അത് മാത്രമല്ല 2025 വരെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം 20 ലക്ഷം വണ്ടികളാണ് വിറ്റ് പോയിട്ടുള്ളത്. അതിൽ ഒരു 60% ആൾക്കാരെന്ന് പറയുന്നത് യൂത്താണ്. അതുകൊണ്ടാണ് അവരെല്ലാ വർഷവും അവരുടെ ഈ ഒരു എൻഡോർക്ക് എപ്പോഴും പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്. ഇപ്പം തന്നെ എടുത്ത് നോക്കുകയാണെങ്കിൽ 125cc തന്നെ ഇഷ്ടംപോലെ കളർ വേരിയൻസ് ഉണ്ട്. മാത്രമല്ല അവരൊരു മാർവൽ എഡിഷൻ കൂടെ ഇറക്കിയിട്ടുണ്ട്. ഇതൊരു യൂത്തിനെ ബേസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടി മാത്രം ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ള വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം 2025 ടി വി എസിന് ഒരു കാര്യം മനസ്സിലായി. ഇത് ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവന് 125cc മാത്രം ഒതുങ്ങിക്കിടക്കേണ്ട ഒരു മോഡലല്ല, ഇവന് ഇനിയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയ ഒരു മോഡലാണ് ഈ കാണുന്ന ടി വി എസ് എൻഡോർക്ക് 150. ഇത് ഇറങ്ങിയിട്ട് ഏകദേശം ഒരു 7-8 മാസമായിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോഴാണ് കിട്ടണേ. അത് മാത്രമല്ല, എനിക്ക് ഈ പറഞ്ഞ എൻഡോർക്കായിട്ട് ചെറിയൊരു ഇമോഷണൽ കഥയും കൂടെ ഉണ്ട്. അതും കൂടെ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്താ എന്റെ ഉദ്ദേശം? എന്റെ ചെറുപ്പത്തില് എന്റെ വീട്ടില് ബൈക്കുകളൊന്നും അധികമൊന്നുമില്ല. എന്റെ വീട്ടിലൊരു സ്കൂട്ടറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഈ വണ്ടിയോട് ഭയങ്കര ക്രേസ് ആണ്. ടു ബി ഫ്രാങ്ക്, എനിക്ക് ഡ്രൈവിംഗ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അന്നും അതെ ഇന്നും അതെ. കാരണം എത്ര ചെയ്താലും മടുപ്പില്ലാത്തൊരു സംഭവമാണ് എനിക്ക് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ചെറുപ്പത്തില് ഞാൻ ഈ സ്കൂട്ടർ വീടിന്റെ മിത്തോടെ ഒക്കെ പതിയെ ഉരുട്ടി നടക്കും. പക്ഷെ എനിക്ക് അന്ന് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു ഒരു ബൈക്ക് ഓടിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത്. നിർഭാഗ്യവശാൽ എനിക്കന്ന് സാധിച്ചില്ല. അപ്പം ഞാൻ അമ്മയുടെ വീട്ടിൽ പോകുന്നത് വെക്കേഷൻ ടൈമിലാണ്. അവിടെ എനിക്കൊരു കസിൻ ബ്രദർ ഉണ്ട്. അവനും ഞാനും ഭയങ്കര ക്ലോസ് ആണ്. അവൻ എന്നെക്കാളും ഏകദേശം ഒരു 5-6 വയസ്സിന് വ്യത്യാസമുണ്ട്. അവനാണ് മൂത്ത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു. ഇവന് 18 വയസ്സായി. അവൻ ലൈസൻസും എടുത്തു. എന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ള ആകപ്പാടെ ഒരു കോണ്ടാക്ട് കിട്ടുന്ന സ്ഥലം എന്ന് പറയുന്നത് ഞങ്ങളുടെ അമ്മ വീടാണ്. ആ സമയത്ത് ഫോൺ അങ്ങനെ കാര്യമായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം എൻ്റെ ഫോണോ സംഭവങ്ങളൊന്നും ഇല്ല. ഇവനെ കണക്ട് ചെയ്യാൻ വഴികളൊന്നുമില്ല. എൻ്റെ അമ്മ പറയുന്ന കാര്യങ്ങൾ അറിഞ്ഞ എനിക്ക് ഇവനുമായിട്ടൊരു ടച്ച് ഉള്ളൂ. അങ്ങനെ ഞാനൊരു കാര്യം കൂടെ അറിഞ്ഞു, ഇവനൊരു ബൈക്ക് നോക്കുന്നുണ്ടെന്ന്. ആ സമയത്ത് ശരിക്കും എൻ്റെ മനസ്സിലൊരു ലെഡ് പൊട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അവൻ വണ്ടി എടുക്കുവാണെങ്കിൽ എനിക്ക് ഓടിക്കാൻ പറ്റും. ആ ഒരു ഭയങ്കര ഒരു സന്തോഷത്തിൽ ഞാൻ ഇരിക്കുന്ന സമയമാണത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തായാലും എടുക്കുവാണെങ്കിൽ ഒരു ബൈക്ക് എടുക്കുകയുള്ളൂ എന്നായിരുന്നു എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ സമയത്ത്. പിന്നീട് അങ്ങോട്ട് ഇവനായിട്ട് വലിയ ടച്ചോ ഇവൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഞാൻ അറിയണ അവനൊരു വണ്ടി എടുത്തു എന്നാണ്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ ഇവന് ഏതാണ് ബൈക്ക് എടുത്തേക്കണേ? അപ്പം അമ്മ പറഞ്ഞു, മോനെ ഏതോ ഒരു ടോർക്കോ അങ്ങനെ എന്തോ ഒരു സെറ്റപ്പാന്നാ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ടോർക്ക് വെച്ചാൽ എന്താ സംഭവം എനിക്കൊരു പിടുത്തമില്ല. പിന്നീട് അങ്ങോട്ട് ആ നീണ്ട കോൺവെർസേഷന് ശേഷം എനിക്ക് മനസ്സിലായി അതൊരു സ്കൂട്ടറാണ്. എനിക്കത് ശരിക്കും പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ സ്കൂട്ടർ, അവൻ എന്തിനാണ് സ്കൂട്ടർ എടുത്ത്? എന്റെ സ്വപ്നങ്ങളെല്ലാം അവിടെ തകർന്നു. ശരിക്കും ആ സമയത്ത് എനിക്ക് ഈ ഒരു വണ്ടിയോട് ശരിക്കും അരിശമാണ് വന്നത്. കാരണം എന്റെ പ്രതീക്ഷകളെല്ലാം തകർത്തുകൊണ്ടൊരു നിമിഷം എന്ന് വേണമെങ്കിൽ പറയാം. അതും കഴിഞ്ഞിട്ട് ഒരു ദിവസം അവൻ എന്റെ വീട്ടിൽ വന്നു. അപ്പൊ ഞാൻ അവനോട് നേരിട്ട് ചോദിച്ചു, എടാ എന്താടാ നീ ഈ വണ്ടി എടുത്ത്, നീ ബൈക്ക് എടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷ. അപ്പൊ അവൻ പറഞ്ഞു, എടാ ഇപ്പോഴത്തെ യൂത്തിനിടയിൽ ഒരു ട്രെൻഡിങ് സാധനം എന്ന് പറയുന്നത് ഈ കാണുന്ന എൻഡോർക്കാണ്. അപ്പൊ ഞാനിത് വിശ്വസിച്ചില്ല. ശരിക്കും എന്റെ ചുറ്റും ശരിക്കും ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു എൻഡോർക്കിനെ വേണമെങ്കിൽ പറയാം. കാരണം അതിനുശേഷം അവൻ പറഞ്ഞതിന് ശേഷം എവിടെ നോക്കിയാലും ഈ ബൈക്കാണ്. എല്ലാ യൂത്തിന്റെയും കയ്യിൽ ഈ സാധനമാണ്. ശരിക്കും ആദ്യമൊക്കെ എനിക്കിത് കാണുമ്പോൾ അരിശം കയറുന്നു. എവിടെ നോക്കിയാലും ഈ പണ്ടാരം പിടിച്ച സാധനം. അതിനുശേഷം പിന്നീട് കണ്ട് നമുക്ക് ചെറിയൊരു ഇഷ്ടം തോന്നൂല്ലേ? അങ്ങനെ വന്ന ഒരു ഇഷ്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഓടിച്ച ഒരു 125cc എന്ന് പറയുന്നത് ഈ പറഞ്ഞ എൻഡോർക്കാണ്. മാത്രമല്ല ആ ഒരു സമയത്തും 3 മോഡ് ഉണ്ടായിരുന്നു, പവർ, സ്ട്രീറ്റ്, എക്കോ. അപ്പം ഈ ഒരു 3 മോഡും ട്രൈ ചെയ്ത് നോക്കിയതും ഈ പറഞ്ഞ എൻഡോർക്കിലാണ്. ഇനിയിപ്പോൾ കൂടുതൽ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. നമുക്ക് ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് പോകാം. നമ്മുടെ കിട്ടിയിരിക്കുന്നത് ടി വി എസ് എൻഡോർക്ക് 150 ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് മോഡല്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നോക്കാം. അത്യാവശ്യം നല്ല അഗ്രസീവായിട്ട് ഒരു നേക്കിഡ് എന്ന് വേണമെങ്കിൽ തന്നെ എടുത്തു പറയാം. കാരണം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇത് വന്നേക്കണേ. ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇതിന്റെ ആ ഒരു ലുക്ക് കണ്ടപ്പോൾ. നീ അങ്ങ് വളർന്നു വലുതായി നല്ലൊരു സുന്ദരി പെണ്ണായിലൂടി.
ഞാൻ കാണുമ്പോ ഇവിടെ ഒരു തീപ്പെട്ടിക്കം പോലെ ഇരുന്നിരുന്ന ഒരു പാവട കിട്ടിട്ട് ഇത് ഷോ എന്തൊരു മാറ്റം എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ലെന്നേ. കാരണം അമ്മാതിരി ചേഞ്ചാണ് വന്നേക്കണേ. പേഴ്സണലി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. എന്നാലും എന്റെ രശ്മി ഇവളെന്നെ ഞെട്ടിച്ചളഞ്ഞല്ലോ. എന്തൊരു ചേഞ്ച് അത്. അതിന്റെ ഒരു ലുക്ക് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ. ഒരു തുണി കൊടുക്കാത്ത ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഫ്രണ്ടിലത്തെ ആ ഒരു പ്ലാസ്റ്റിക് സംഭവം എല്ലാം എടുത്തു കളഞ്ഞ് ഇതിന്റെ ലുക്ക് ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി. അമ്മാതിരി ഒരു അഗ്രസീവ് ലുക്കാണ് ശരിക്കും വന്നേക്കണേ. ഇത് മൊത്തം 2 വേരിയൻസ് ആണ് പറഞ്ഞത്. ഏറ്റവും ടോപ്പ് വേരിയന്റ് എന്ന് പറയുന്നത് എൻഡോർക്ക് 150 TFT, രണ്ടാമത്തെ സ്റ്റാൻഡേർഡ് അതായത് എൻഡോർക്ക് 150. ഇപ്പൊ ഈ 2 വേരിയന്റും കൂടെ മൊത്തം 3 കളർ വെച്ച് ഉണ്ട്. ഈച്ച് വേരിയന്റിന് 3 കളർ വെച്ച്, അതും ഡ്യുവൽ ടോൺ കളറാണ് വന്നേക്കണേ. പിന്നെ ഇതിന്റെ ഡിസൈനിലേക്ക് ഡെപ്ത് ആയിട്ട് നോക്കുവാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റ് അവർ കുറെ അധികം കാര്യങ്ങൾ പുതിയതായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതായത് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും ആദ്യം കുറെ അധികം ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ കാണുന്ന പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്, അതുപോലെ തന്നെ കോമ്പിനേഷൻ ലൈറ്റ്, അതുപോലെ തന്നെ ഇതിന്റെ ഒരു മികവിന് വേണ്ടി അവരൊരു എയറോഡൈനാമിക് വിംഗ്ലെറ്റ്സ് 2 സൈഡിലും കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു ചെറിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് നമ്മുടെ TVSന്റെ. ഇവരുടെ ആ ഒരു മഡ് ഗാർഡ് തന്നെ ശ്രദ്ധിച്ചില്ല. സാധാരണ സ്കൂട്ടർ സെഗ്മെന്റ് വരുന്ന ഒരു മഡ് ഗാർഡ് അല്ല അവരിവിടെ യൂസ് ചെയ്തേക്കുന്നത്. പകരം യൂത്തിനെ ആകർഷിക്കാൻ വേണ്ടി അവരൊരു കട്ട് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ഷേപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന മഡ് ഗാർഡാണ് അവർ യൂസ് ചെയ്തേക്കുന്ന. അലോയ് വീൽസ് ആണ്. പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വരുന്ന ടെലസ്കോപ്പിക് ഫോക്സും ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഓയിൽ സ്പ്രിംഗ് ഹൈഡ്രോളിക് ഡാമ്പറുമാണ് വരുന്നത്. സസ്പെൻഷൻ കാര്യമായിട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സസ്പെൻഷനാണ്. നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് കേട്ടോ. ഏകദേശം 155 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ. അത് മാത്രമല്ല 2 ടയറും ട്യൂബ്ലെസ് ആണ്. ഫ്രണ്ടില് ഡിസ്ക് ആണ് വരുന്നത് 210 mm. ബാക്കിലേക്ക് വരുന്ന സമയത്ത് ഡിസ്ക് തന്നെയാണ് ഈ ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്നത്. റിയറില് ശരിക്കും ബേസിൽ വരുന്നത് 130 mm ഡ്രം ബ്രേക്ക് ആണ്. അത് മാത്രമല്ല TVS സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ കുറച്ചിട്ടില്ല. സിംഗിൾ ABS ചാനലാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ട്രാക്ഷൻ കൺട്രോളും ഉണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു 150cc ഒരു ചെറിയൊരു ബാഡ്ജിങ്ങും സംഭവങ്ങളൊക്കെ കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു TVSന്റെ ഐഗോ അസിസ്റ്റ് കാണാൻ പറ്റും. ഈ ഐഗോ അസിസ്റ്റ് ചില ഭാഗങ്ങളിലൊക്കെ എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും ഇതിന്റെ ഒരു സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഐഗോ അസിസ്റ്റ് ഇത് TVSന്റെ ചില വണ്ടികളിലൊക്കെ വരുന്നുണ്ട്. ഇത് ശരിക്കും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൈക്രോ ഹൈഡ്രോളിക് ടെക്നോളജിയാണ്. അതായത് കുറച്ചുകൂടെ ചുരുക്കത്തിൽ പറയുവാണെങ്കിൽ നമുക്ക് ഒരു പെർഫോമൻസ് ബൂസ്റ്റിന് വേണ്ടിയാണ്. ഈ ഒരു സ്റ്റാർട്ടിങ് ടൈമിലും അതുപോലെ ഓവർടേക്കിംഗ് ടൈമിലൊക്കെ നമുക്ക് ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു ടോർക്ക് എന്ന് സഹായിക്കുന്ന ഒരു സിസ്റ്റം. ഏകദേശം 0.5 Nm ടോർക്ക് വരെ ഇത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് തരും. ഈ ഒരു ടെക്നോളജി നമ്മുടെ ബസ്സിനേലും കാര്യങ്ങളിലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഫ്യൂവൽ എഫിഷ്യൻസിക്കും കൂടെ ഒരു കാരണവും. കാരണം നമ്മളിപ്പോൾ ട്രാഫിക്കിൽ പോയി കിടക്കുന്ന സമയത്തോ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഓഫ് ആവുകയും അതുപോലെ തന്നെ ത്രോട്ടിൽ കൊടുക്കുന്ന സമയത്ത് ഓൺ ആവുകയും ചെയ്യും. പിന്നെ ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചെറിയൊരു ഹോളും കാര്യങ്ങളൊക്കെ കാണാം. അത് ഡിസൈന് വേണ്ടി ശരിക്കും കൊടുത്തതല്ല. ശരിക്കും അതിനൊരു പർപ്പസ് ഉണ്ട്. എയർ അകത്തേക്ക് കയറി എഞ്ചിൻ തണുപ്പിക്കാൻ വേണ്ടി തന്നെയാണ് വെച്ചേക്കുന്നത്. ഒരു ഡമ്മി സാധനം ഒന്നും അല്ല കൊടുത്തേക്കുന്നത്. മാത്രമല്ല ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സീറ്റിൽ ചെറിയൊരു ലോഗോവും കാര്യങ്ങളൊക്കെ കാണാം. അത് മാത്രമല്ല സ്റ്റിച്ചിങ് ആയാലും റെഡ് കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. എൻഡോർക്കിന്റെ ചെറിയൊരു ബാഡ്ജ് ഉണ്ട്. പിന്നെ റിയറിലേക്ക് വരുന്ന സമയത്ത് ഈ കാണുന്ന ഗ്രാബ് റെയിലും ഈ കാണുന്ന ടെയിൽ ലൈറ്റും ഒരു സ്പോർട്ടി ലുക്ക് ശരിക്കും ഈ ബൈക്കിന് നൽകുന്നുണ്ട്. മാത്രമല്ല താഴേക്ക് വരുന്ന സമയത്ത് ഹസാർഡ് ലാംപ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ എല്ലാം അത്യാവശ്യം കവറിംഗ് ആണ്. TVSന് ഒട്ടും താല്പര്യമില്ല അവരുടെ എഞ്ചിനും സംഭവങ്ങളൊക്കെ പോസ്റ്ററാക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ TVSന്റെ ബാഡ്ജിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്ത് മൊത്തം തന്നെ കവർ ചെയ്ത് വെച്ചേക്കുവാണ്. അകത്തിരിക്കുന്ന ഒരു സാധനം പുറത്തിരിക്കുന്നവർ കാണണ്ടാന്ന് വെച്ചിട്ട് തന്നെ. എന്തായാലും നമ്മൾ സൈഡ് വരത്തില്ലേ, നമുക്ക് ഈ കാണുന്ന ഫ്യൂൽ ടാങ്കിനെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാം. അപ്പോൾ ഈ ഫ്യൂൽ ക്യാപ്പിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ പേഴ്സണലി എനിക്കിത് ശരിക്കും ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ 125cc എൻഡോർക്കിൽ വരുവാണെങ്കിൽ നമ്മൾ ഈ പെട്രോൾ പമ്പിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഈ ചാവി ഇതിനകത്തുനിന്ന് ഊരി എടുത്ത് ഈ സൈഡെല്ലാം പിടിച്ച് തിരിച്ച് എടുക്കണം. അതായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാലേ പെട്രോൾ അടിക്കാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥ. അത് ശരിക്കും ഭയങ്കര മടുപ്പാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്തു, TVS ആ ഒരു സ്റ്റൈല് മാറ്റി. അതായത് ഇപ്പോൾ ഡ്രൈവർക്ക് ഇവിടെ കയറി ഇരുന്നിട്ട് ജസ്റ്റ് ഈ ഒരു കീ പുഷ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മാത്രം മതി ഈ പറഞ്ഞ ക്യാപ്പ് തുറക്കാൻ പറ്റും. അതായത് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ നമുക്ക് ഈ ഒരു ക്യാപ്പ് തുറക്കാൻ പറ്റും. അതിനുശേഷം ദേ അടച്ചു വെച്ചാൽ മാത്രം മതി. ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 5.8 ലിറ്റർ ആണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. പിന്നെ TVS ഇതിന്റെ മൈലേജ് ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഏകദേശം ഒരു 35 to 40 മൈലേജ് സുഖമായിട്ട് കിട്ടും. ബാക്കി നമുക്ക് സീറ്റിന്റെ അകത്തെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ സീറ്റ് തുറക്കുന്ന സംഭവം ശരിക്കും എല്ലാ സെറ്റപ്പും ഇതിനെ തന്നെയാണ്. വണ്ടി ഓൺ ആക്കാനും വണ്ടി ഓഫ് ആക്കാനും സ്റ്റിയറിംഗ് ലോക്ക് ആക്കാനും പെട്രോളിന്റെ ക്യാപ്പ് തുറക്കാനും ഈ പറഞ്ഞ സീറ്റ് തുറക്കാനും എല്ലാ സെറ്റപ്പും ഇതിനെ തന്നെയാണ്. ജസ്റ്റ് ഇതൊന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചാൽ മാത്രം മതി. സാധനം തുറന്നിട്ടുണ്ട്.
22 ലിറ്ററാണ് ഇതിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത്. അതായത് ഒരു ഹാഫ് ഫേസ് ഹെൽമെറ്റ് വെക്കാനുള്ള സ്പേസ് മാത്രമല്ല, ഇവിടെ ഒരു OBD ടൂൾ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടും കാണാം. ഇവിടെ ചെറിയൊരു ചാർജിംഗ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് വണ്ടി ഓഫ് ചെയ്തിട്ട് കഴിയുമ്പോൾ ചാർജ് കുത്തിവെക്കാൻ പാടില്ലെന്ന്. പിന്നെ ഇതിന്റെ കിറ്റും കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്, ഇവിടെയാണ് വരുന്നത്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ സീറ്റിന്റെ കാര്യം തന്നെയായാലും ഇവിടെ ഒരു ചെറിയ റെഡ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് പെയിന്റിനോട് അനുസരിച്ചുള്ള ഒരു സ്റ്റിച്ചിങ്. മാത്രമല്ല ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ കേട്ടോ. എൻഡോർക്കിന് ഒരു ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്, സീറ്റിലും കൊടുത്തിട്ടുണ്ട് എൻഡോർക്കിന്റെ ഒരു ബാഡ്ജ്. അത് മാത്രമല്ല E20 ക്യാപ്പബിൾ ആണ്. നമ്മൾ ഇതിന്റെ എഞ്ചിൻ കാര്യത്തിലേക്ക് പോയിട്ടില്ലല്ലോ. എനിക്ക് തോന്നുന്നു ഞാനൊരു 10-15 പ്രാവശ്യമെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കും 150 cc എന്ന്. കാരണം ഈ വണ്ടിയുടെ CC 150 cc ആണ്. 13 PSC പവറും 14 Nm ടോർക്കും ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യണേ. CVT ട്രാൻസ്മിഷൻ സിസ്റ്റം ഇതിൽ വരുന്നത്. പിന്നെ ഈ ഒരു ലെഗ് റൂം എടുത്ത് നോക്കുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത്യാവശ്യം നല്ലൊരു സ്പേസും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെ പലരും പറഞ്ഞു കേൾക്കാം ഗ്യാസ് കുറ്റി കയറ്റാൻ പറ്റുമോ, ഈ സ്പേസ് ഗ്യാസ് കുറ്റി വെക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. കാല് വെക്കേണ്ട സ്ഥലത്ത് ഗ്യാസ് കുറ്റി കയറ്റാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. കാരണം ശരിക്കും അത് അതിന്റെ ഒരു പർപ്പസിന് വേണ്ടി അല്ല. എന്നാൽ ഗ്യാസ് കുറ്റി വെക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും സ്പേസും കാര്യങ്ങളൊന്നും ഇവിടെ കൊടുത്തിട്ടൊന്നുമില്ല. നമ്മുടെ കാല് സുഖമായിട്ട് വെക്കാനും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും ഈ ഒരു സ്പേസ് ധാരാളമാണ്. അത് മാത്രമല്ല ഇവിടെ ചെറിയൊരു 2 ലിറ്ററിന്റെ സ്പേസും കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു ഫോണും അതുപോലെ പേഴ്സും അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ചെറിയൊരു 2 ലിറ്ററിന്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ചെറിയൊരു ഹുക്കും കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും തൂക്കിയിടാനോ അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ. TVSന്റെ ഒരു ബാഡ്ജ് ഇവിടെയും കാണാം. പിന്നെ ഈ കാണുന്ന ഫുഡ് റെസ്റ്റ് കണ്ടോ, ഇത് നമ്മുടെ 125ലേക്ക് വരുന്ന സമയത്ത് പ്ലാസ്റ്റിക് ആണ്. പക്ഷെ ഇവിടെ കൊടുത്തേക്കുന്ന ഒരു റബ്ബർ ഫുഡ് റെസ്റ്റ് ആണ്. ബാക്കി കഴിഞ്ഞ സീറ്റിൽ കയറിയിട്ട് പറയാം കേട്ടോ. അയ്യോ മാറ്റിയിട്ട്. അപ്പോൾ സീറ്റിൻ്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൈഡ് റേഞ്ച് സീറ്റാണ് വരുന്നത്. ഏകദേശം 2 പേർക്ക് സുഖമായിട്ടിരുന്ന് പോകാം. 3 പേരെ വെച്ചുകൊണ്ടൊന്നും പോകാനൊന്നും പറ്റില്ല, അത്യാവശ്യം കൺജസ്റ്റഡ് ആയിരിക്കും ആ കാര്യത്തിൽ. അത് മാത്രമല്ല ഇന്ത്യയിലാണ് നിയമവിരുദ്ധമാണ്. ഇതിൻ്റെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 115 kg ആണ്. അത് മാത്രമല്ല ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് 770 mm ആണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫുട്ട് മൊത്തമായിട്ട് നിലത്ത് കുത്തി നിൽക്കുന്നുണ്ട് കേട്ടോ. വലിയ വെയിറ്റും ഫീൽ ചെയ്യുന്നില്ല. ഷോർട്ട് റൈഡേഴ്സിനൊക്കെ ഓക്കെ ആയിരിക്കും. പിന്നെ എടുത്തു പറയാനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിൻ്റെ ഹാൻഡിൽ ബാർ ആണ്. നമ്മൾ സാധാരണ സ്കൂട്ടറുകളിലൊക്കെ എങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, ശരിക്കും ഇവിടെ എല്ലാം പൊതിഞ്ഞ് കവർ ചെയ്ത് ഒന്നും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാക്കി വെക്കുക. എന്നാൽ TVS അവരുടെ എൻഡോർക്ക് അപ്ഗ്രേഡഡ് വെർഷനിൽ ഒരു സാധനം ചെയ്തു, ആ കവർ അങ്ങ് എടുത്ത് മാറ്റിക്കളയാം. കാരണം TVSനെ അറിയാം യൂത്തിനെ ആകർഷിക്കാൻ പറ്റിയ ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കുറച്ചുകൂടെ എക്സ്പോസ്ഡ് ആക്കുക. അതുകൊണ്ടായിരിക്കണം ഈ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു പ്ലാസ്റ്റിക്കും സംഭവങ്ങളും എടുത്ത് മാറ്റി ഒരു നേക്ക് ഡിസൈനിൽ ഇറക്കിയത്. അപ്പം എടുത്ത് നോക്കുവാണെങ്കിൽ 2 ലിവറും വരുന്നത് അഡ്ജസ്റ്റബിൾ ആണ്. അത് മാത്രമല്ല ഒരു ഹസാർഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഇന്റഗ്രേറ്റഡ് കിൽ സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അതായത് ഓണും ഓഫും ഈ ഒരു സെയിം സ്വിച്ച് തന്നെയാണ് കൊടുത്തേക്കണേ. അതുപോലെ തന്നെ ഈ ഒരു സെഗ്മെന്റിലെ ആദ്യത്തെ സംഭവമാണ് 4-way നാവിഗേഷൻ സ്വിച്ച്. ഈ ഒരു സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ഈ കാണുന്ന 5 ഇഞ്ചിന്റെ TFT ഡിസ്പ്ലേ മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ ഒരു ഇൻസ്ട്രുമെന്റ് ക്രിസ്റ്റലിലേക്ക് വരുവാണെങ്കിൽ അതിലും ഉണ്ട് ഹൈലൈറ്റഡ് എന്ന് പറയാനുള്ള കുറെ സംഭവങ്ങൾ. ഏകദേശം 50ലും മേലെ ഫീച്ചേഴ്സ് ആണ് ഈ ഒരു ഡിസ്പ്ലേയുടെ അകത്ത് തന്നെയുള്ള. അലക്സ, ക്രാഷ് അലർട്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ഫുൾ മാപ്പ് നാവിഗേഷൻ സിസ്റ്റം, അങ്ങനെ ഓരോന്നോരോന്ന് മ്യൂസിക് കൺട്രോൾ സിസ്റ്റം എല്ലാം തന്നെ ഈ ഒരു സെറ്റപ്പിനകത്തുണ്ട്. അതും ഈ ഒരു സെഗ്മെന്റിൽ ആദ്യത്തെ സംഭവമാണ്. അതും 50ന്റെ മേലെ ഫീച്ചർ. അത് മാത്രമല്ല നമുക്ക് നമ്മുടെ ഫോൺ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ തന്നെ കാണിച്ചിട്ടുണ്ട് പ്ലീസ് കണക്ട് ടു ബ്ലൂടൂത്ത്. പക്ഷേ എനിക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റില്ല, ഇത് വേറെ ആരുടെ വണ്ടിയാണ് അവർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിൽ ആവറേജ് സ്പീഡും അതുപോലെ ഓഡോമീറ്ററും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. എക്കോ മോഡിലാണ് ഇപ്പൊ കിടക്കുന്ന സാധനം. മാത്രമല്ല ഇതിനകത്ത് ആവറേജ് സ്പീഡ് 33 കാണിച്ചേക്കുന്നത്. അത് മാത്രമല്ല ഇതിൽ എപ്പോഴും ഇങ്ങനെ അലർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും പ്ലീസ് കണക്ട് ബ്ലൂടൂത്ത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ വേറെ സംഭവത്തെ കാണിച്ചിട്ടുണ്ട് 0 to 60 വെറും 3.1 സെക്കൻഡ് എത്താൻ പറ്റുമെന്നാണ് ഇത്തെ കാണിച്ചിരിക്കുന്നത്. അതോ ഇനി ആൾക്കാർ എത്തിച്ച കണക്കാണെന്ന് അറിയത്തില്ല. ഇതിന്റെ സംഭവം എനിക്ക് മനസ്സിലായിട്ടില്ല. TVS പറഞ്ഞൊരു സംഭവമുണ്ട് 60 കിലോമീറ്റർ എത്താൻ വെറും 6.3 സെക്കൻഡ്സ് മതി എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിൽ 3.1 കൊടുത്തേക്കണം. എന്താ സംഭവം എനിക്ക് അറിയത്തില്ല. പിന്നെ ഒരു ഫ്യൂവലിന്റെ സംഭവം കാണിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ സംഭവം കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഡിസ്പ്ലേ അത്യാവശ്യം കൊള്ളാൻ കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ മേടിക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയൊരു ഗ്ലാസ്സോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ സംഭവം വെക്കേണ്ടതാണ്. പെട്ടെന്ന് തന്നെ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം ആവും. മാത്രമല്ല ഇതെടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് മൊത്തം 2 മോഡാണുള്ളത്. ഒന്ന് സ്ട്രീറ്റ്, മറ്റേത് റേസ്. 104 വരെ കിലോമീറ്റർ സ്പീഡ് നമുക്കിതിൽ സുഖമായിട്ട് എത്തിക്കാൻ പറ്റും. 105, 106 ഒക്കെ എത്തിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അത് കമ്പനി ഒരു 104 പറഞ്ഞാലും നമുക്ക് സുഖമായിട്ട് അതിലും കുറച്ചുകൂടെ മേളിലേക്ക് കയറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. പിന്നെ വരുന്നത് ഇതിന്റെ മിറേഴ്സ് ആണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. നമ്മുടെ പഴയ എൻഡോർക്ക് വന്ന സെയിം സാധനങ്ങളാണ്. അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ വണ്ടിയുടെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളെ സ്ക്രീനിൽ കൊടുത്തേക്കാം. അത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യലി
എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിലോ അത് മാത്രമല്ല കൃത്യമായിട്ടുള്ള ഓൺ റോഡ് പ്രൈസോ അതല്ലെങ്കിൽ ടി വി എസ് എന്തെങ്കിലും സർവീസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാനൊരു ഗ്രൂപ്പിനെ നമ്മുടെ സ്ക്രീനിൽ പരിചയപ്പെടുത്തി തരാം. കോട്ടയം ടി വി എസ്. നിങ്ങൾക്ക് കോട്ടയം ടി വി എസിനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവർക്ക് അത്യാവശ്യം ഷോറൂംസ് നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ തന്നെയുണ്ട്. അത് കോട്ടയംകാർക്ക് കറക്റ്റായിട്ട് അറിയാം. ഇവർ നോക്കിയാലും ടി വി എസ് കോട്ടയം മാത്രമല്ല, ഞാൻ ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളോ ഡീറ്റെയിൽസോ അറിയണമെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇനി ഇതിൻ്റെ എക്സോസ്റ്റ് ഒന്ന് കേട്ട് നോക്കാവേ. ആഹാ, ട്രഡീഷണൽ ആയിട്ടുള്ള ഈ സ്റ്റാർട്ടർ മോട്ടറിൻ്റെ ഒന്നും അല്ലാതെ ഒരു ഒച്ചയില്ലാത്ത ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ് ഇതിലും വന്നേക്കണത്. ഇതിൻ്റെ എക്സോസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചു തരാവേ. അത് മാത്രമല്ല വേറെ സംഭവം കൂടി ഉണ്ട്. ഇത് കണ്ടോ, 10 seconds വരെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മൾ ഇതുവരെ ആക്സിലേറ്റർ കൊടുക്കാതെ മുമ്പോട്ട് പോകാതെ ഇരിക്കുകയാണെങ്കിൽ സമയം കഴിയുകയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് റൈഡും കൂടെ ചെയ്ത് നോക്കാം കേട്ടോ, ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം.